അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തതുകൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ CK ഷാക്കിർ, ഇനി താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിയുമുള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ, മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്, കീഴടങ്ങി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരന് നാളെ കോഴിക്കോട് അങ്ങാടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞിപ്പോലേ. ഈ നിമിഷം വരെയും കേരളം ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല, സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ശംസുദ്ദീൻ കൊടുക്കും. BJPക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരന് ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ ഇനി എന്ന്. ഒരേ സ്റ്റാൻഡിലാണ്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളൊന്ന് കാത്തിരിക്കി. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDFന്റെ കാലത്തുള്ളത് പോലെ അല്ല എന്ന് പറയുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കിറെ. അതില് പിന്നെ ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തതുകൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ CK ഷാക്കിർ, ഇനി താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിയുമുള്ള സന്തോഷത്തെക്കാൾ വലുതായി